ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മീറ്റിങ്ങുകൾക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില ബോഡി ലാംഗ്വേജസ് ആണ്, പ്രത്യേകിച്ചും ഫേഷ്യൽ എക്സ്പ്രഷൻസ്. 4 പ്രധാനപ്പെട്ട ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു കാരണവശാലും നമ്മളൊരു മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത എക്സ്പ്രഷനാണ്. ഏറ്റവും ആദ്യത്തെ എക്സ്പ്രഷൻ ഈ ഐ വെച്ചിട്ടുള്ള എക്സ്പ്രഷനാണ്. കണ്ണുകൾക്ക് പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്, നമുക്കറിയാം. ദയവ് ചെയ്ത് ഒരു മീറ്റിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കണ്ണുകൾ റോൾ ചെയ്യരുത്. അത് ചിലപ്പോൾ നമ്മളൊരു തമാശയ്ക്ക് വേണ്ടിയോ ടൈം പാസിന് വേണ്ടിയോ ഒക്കെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവാം. ഇത് പലപ്പോഴും നമ്മൾ സീരിയസ് അല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ചിന്ത പാളിപ്പോകുമ്പോൾ, നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോകുമ്പോഴൊക്കെയാണ് ഈ റോളിംഗ് ഉണ്ടാവുന്നത്. ഈ റോളിംഗ് പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക്, പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ പ്രസൻറ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് ഒക്കെ വലിയ ഇൻസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ റോളിംഗ് വളരെ മോശപ്പെട്ട പരിപാടിയാണ്, ഒരു ഇൻസൾട്ടാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ. അടുത്തത് റേസ്ഡ് ഐബ്രോസ് ആണ്. പുരികങ്ങൾ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിച്ചു വയ്ക്കുന്ന പരിപാടി അല്ലെങ്കിൽ ചുളിച്ചു പിടിക്കുന്ന പരിപാടി. ഒരു സംശയമാണ് അതിൽ പ്രകടിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ചുളിച്ചു വെച്ചിരിക്കുന്ന പുരികം എപ്പോഴും സംശയത്തെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവരിൽ കൺവിൻസ്ഡ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവിടെ കൊടുക്കുക. മറ്റുള്ളവർക്ക് അതൊരു അപമാനമാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ചുളിച്ചു വെച്ചിട്ടുള്ള പുരികങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നെറ്റി ചുളിക്കുക അല്ലെങ്കിൽ പുരികങ്ങൾ ഉയർത്തുക, ഒരു ക്വസ്റ്റ്യനിങ് ഫീല് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയം, ക്വസ്റ്റ്യനിങ് പോലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ ഉയർത്തിവിടുന്ന ഒന്നാണ് ഉയർത്തിവെച്ച പുരികങ്ങളും ചുളിച്ചു പിടിച്ച പുരികങ്ങളും നെറ്റികളുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായി ഇത്തരം കാര്യങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തത് നാവ് കൊണ്ടുള്ള ചില ഗോഷ്ഠികളാണ്. ചില ആളുകൾ പ്രധാനമായും ഈ നാവ് പുറത്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മീറ്റിങ്ങിലൊക്കെ, ഫോമലായിട്ടുള്ളൊരു മീറ്റിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ചില ആളുകളൊക്കെ നാവ് പുറത്തേക്ക് ഇട്ടിട്ടുള്ള ചില അംഗവിക്ഷേപങ്ങൾ അറിയാതെ ആയിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്. ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം, ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പർപ്പസ്ഫുള്ളി ചെയ്യുന്നവരുണ്ട്, ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, ബോറടിക്കുമ്പോൾ ചെയ്യുന്നവരുണ്ട്, ഡ്രൈനെസ് കാരണം ചിലപ്പോൾ വളരെ ജെനുവിനായി ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മുടെ ചില ശീലങ്ങൾ കാരണം ചെയ്യുന്നവരുണ്ട്. പക്ഷേ മറ്റുള്ളവരോടുള്ള മര്യാദയില്ലായ്മയായിട്ടാണ് പെട്ടെന്ന് അത് ആളുകൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ശീലമായിട്ടുണ്ടെങ്കിൽ പതുക്കെ ആ ശീലത്തിൽ നിന്ന് പതുക്കെ ഒന്ന് മാറി വരിക. ഒരു ഫോമലായിട്ടുള്ള മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ വീട്ടിൽ ചമ്രം പടിഞ്ഞിരിക്കുമ്പോഴുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോമലായിട്ടുള്ള ബിസിനസ് മീറ്റിങ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ ഒരു ഫോമൽ മീറ്റിങ്ങിൽ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ സ്ഥിരമായി കാണുന്നത് കൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഫോമലായിട്ടുള്ളൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനും മറ്റുള്ള ആളുകൾക്ക് കൃത്യമായ ഐ കോണ്ടാക്റ്റ് കൊടുക്കാനും ചെറിയ ഒരു പുഞ്ചിരി, ഒരു പ്രസന്നവദനായിട്ടിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകളൊക്കെ വന്നിട്ട് വളരെ കാഷ്വലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് വളരെ മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണത്. ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അവിടെ ചെയർ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊക്കെയുള്ള അനാദരവ് തന്നെയാണ് അത്തരത്തിലുള്ള ഇരിപ്പൊക്കെ. ആൻഡ് ഫൈനലി നമ്മുടെ നോട്ടം, ഐ കോണ്ടാക്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോഴും സ്റ്റെയർ ചെയ്യരുത്. ഇങ്ങനെ തുറിച്ചു നോക്കുക അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ കണ്ണിറുക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയർ ചെയ്യാതിരിക്കുക, ഒരു ഇങ്ങനെ ഗെയ്സിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുക, ഐ കോണ്ടാക്റ്റ് കൊടുക്കുക, ഒരു വളരെ മനോഹരമായിട്ടൊരു പുഞ്ചിരിയിലിരിക്കുക, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഓപ്പൺ ആംസ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് കൈ കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വിട്ടിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലിരിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ആ മീറ്റിങ്ങിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. All the best.